കഴിഞ്ഞ ദിവസം മോർണിംഗ് കൊണ്ട് കളരി ക്ലാസ്സിൽ പോയപ്പോൾ അവിടെ മാഷായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അതെല്ലാം എനിക്ക് പുതിയ അറിവുകളായിരുന്നു. നാട്ടിൻ പുറത്തെ നന്മകൾ ഇതെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ള ഈ വീഡിയോ. കളരി ക്ലാസ് കൂടാതെ യോഗ ക്ലാസ് ഉണ്ട്. അതിലുപരി അവിടെ നാട്ടുവൈദ്യം കൂടി ഉണ്ട്. ഞാൻ അവിടെ പോയപ്പോൾ എടുത്ത വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. എത്ര നാളെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട്? ഇന്ന് സ്റ്റാർട്ടിങ് ആണ്. ഒരു 10 ദിവസം മുമ്പ് വന്നതാണ്. അന്ന് വന്നപ്പോൾ ഇപ്പോൾ കുറച്ച് ചെയ്തിരുന്നു, പിന്നെ മാറ്റമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എന്നാ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണത്. അതെല്ലേ, നീർക്കെട്ടായിട്ട് വന്നതാണല്ലേ? ഓക്കെ. ഇപ്പൊ എന്ത് ട്രീറ്റ്മെന്റ് മാഷിപ്പത് ചെയ്യുന്നതില്? കിഴിയാണ് കുത്തുന്നത്, കിഴി കുത്തും. അപ്പൊ ശരീരത്തിലുള്ള നീർക്കെട്ടിനെ നമ്മൾ ഇലക്കിഴി ചെയ്ത് പുറത്തേക്ക് കളയുകയും ചെയ്യാം. അതോടൊപ്പം സ്റ്റീം ഉണ്ടായിരിക്കും. ഒരു 6-7 ദിവസം ഇലക്കിഴിയും സ്റ്റീമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വയറൊക്കെ ശുദ്ധീകരണം കൊടുത്തു കഴിഞ്ഞാൽ ആ നീർക്കെട്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയി കിട്ടും. വളരെ സുഖമായിട്ട് കിട്ടും, അതിന് സംശയമൊന്നുമില്ല. 7 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഒരു 3 ദിവസം കഴിഞ്ഞാലാണ് കൂടുതൽ അറിയാം. പക്ഷെ നമുക്ക് 7 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും മാറി കിട്ടും. അപ്പൊ ഒരു നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു 7 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് മാറാൻ പറ്റൂലേ? 7 ദിവസത്തെ കൊണ്ട് മാറി കിട്ടും. പിന്നെ അതികഠിനമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 14 ദിവസത്തേക്ക് വിളിച്ചിട്ട് വരാം. ഈ ചേച്ചിക്ക് നീർക്കെട്ട് മൂലം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു. അതിന് സൊല്യൂഷനായിട്ട് 7 ദിവസത്തെ ഇലക്കിഴി വെച്ചിട്ടുള്ള ഒഴിച്ചിലാണ്. അതിന് ഫസ്റ്റ് പ്രൊസീജിയറാണ് ഇപ്പം നടക്കുന്നത് കേട്ടോ. സ്ത്രീകൾക്ക് ഒഴിച്ചലിനായിട്ട് നമുക്കിവിടെ ടീച്ചർ ഉണ്ട്. ഇതാണ് നമ്മുടെ ഒഴിച്ചലിൻ്റെ ഏരിയ. ഇവിടെ ഒഴിച്ചൽ കഴിഞ്ഞിട്ട് സ്റ്റീം ബാത്തും ഉണ്ട്. അപ്പോൾ പ്രൈവസി മാനിച്ചുകൊണ്ട് ബാക്കി ഭാഗം ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ. മുട്ടുവേദനയുള്ളവർക്ക്, കയ്യിൻ്റെ ഷോൾഡർ കൊണ്ടാത്തവർക്ക്, അതിനെല്ലാം ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതെന്തുകൊണ്ടാണ് ഡിസ്ക് ബൾജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ അധികം നീർക്കെട്ട് വരുമ്പോൾ ഇതൊന്ന് ബൾജ് ചെയ്യും. കാരണം ആ സമയത്ത് നമുക്ക് അധ്വാനിക്കും, എന്തെങ്കിലും മുക്കും പൊട്ടും പണിയെടുക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ആണെങ്കിൽ വീഴുകയും ഒക്കെ കഴിഞ്ഞാൽ ഒന്ന് ബൾജിങ് വരാം. അപ്പോൾ നമ്മളതിന് ഒന്നിലോ നമുക്ക് ഒരു വയറ് ശുദ്ധിയാനും നീർക്കെട്ടും കളഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കളരിയുടെ ഇളക്കുമുറ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ആ ഇളക്കുമുറ ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെയൊക്കെ ശരിയാവും. ശരിയാവാത്ത ആൾക്കാർക്ക് മരുന്നുകൾ കൊടുത്ത് നോക്കും. അങ്ങനെ ഒന്നും ശരിയാവാതെ വരുമ്പോഴാണ് നമ്മളിവിടെ ഉഴിച്ചിൽ ചെയ്യുക. ശരീരത്തിൽ നല്ലോണം നീർക്കെട്ട് വരുന്നവർക്കാണ് നമുക്ക് ഉഴിച്ചിൽ കിഴിക്കിട്ട് വരേണ്ടി വരും. അല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2-3 ദിവസം കൊണ്ട് മുട്ടുവേദനയ്ക്ക് മരുന്ന് വെച്ച് കെട്ടിവിടും. ഇന്ന് കെട്ടിയാൽ മറ്റന്നാൾ 3-ാം ദിവസമായിരിക്കും വീണ്ടും കെട്ടാൻ. അങ്ങനെ 3 കെട്ടൊക്കെയാണെങ്കിൽ മുട്ടുവേദനയ്ക്ക് ഏറെക്കുറെ ആൾക്കാരോട് ശരിയാവാറുണ്ട്. ഈ കാല് വളഞ്ഞു വരുന്ന കാലുകൾ മാത്രമേ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുള്ളൂ. കാരണം ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളഞ്ഞ കാല് വേദന കുറയ്ക്കാം, പക്ഷേ വളഞ്ഞത് നേരെയൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന് മുന്നേ നമുക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വേഗം ശരിയാക്കി എടുക്കാം. ഷോളർക്കൊന്നും പൊന്താത്ത ആൾക്കാർക്കൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് 2-3 ദിവസം കൊണ്ട് തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റും. ഈ മസിൽ കയറുക അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. മസിൽ കയറുന്നത് എന്തുകൊണ്ടാവും? ശരിയായി വേണം വെള്ളം കുടിക്കുന്നതാണ്. ദിവസം ഏറ്റവും കുറഞ്ഞത് 3 ലിറ്റർ വെള്ളമെങ്കിലും 3.5 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ദിവസം കുടിക്കണം. പലവായിട്ട് വൈകിട്ട് 5 മണിക്ക് മുന്നേ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ മസിൽ കയറുന്ന ഒരു സംഭവം ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. വെള്ളം ധാരാളം കുടിച്ചാൽ മതി. വെള്ളം ശരീരത്തിന് കുറയുമ്പോഴാണ് മസിൽ കയറി വരുന്നത്. ജൈവ കൃഷി ചെയ്താണ് ഇതിൽ കഞ്ഞി വെച്ചിട്ട് നമ്മൾ അവരുടെ ആ പൊടിയിട്ട് കഴിക്കാൻ പറയും. അതേമാതിരി തന്നെ ഈ കഞ്ഞി തിളപ്പിക്കുമ്പോൾ ഇതിൽ കഞ്ഞി കൂട്ടുണ്ട്. കറക്കട കഞ്ഞിയുടെ കൂട്ടാണത്. ഇത് കഞ്ഞിയിൽ തിളപ്പിച്ച് നെയ്യ് ചേർത്ത് കഴിക്കാനാണ്. അത് കഴിഞ്ഞവർക്ക് നെയ്യിൽ കഴിക്കാനുള്ള നെയ്യിൽ അല്ലെങ്കിൽ തേങ്ങ ചതച്ച് അശ്വഗന്ധ ചൂർണ്ണുണ്ട്. നാടൻ പശുവിൻ്റെ ചാണകം ഉപയോഗിച്ച് ഭസ്മം ഉണ്ടാക്കി 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കുടിച്ച ആസിഡിറ്റി, ഗ്യാസ് റിലേറ്റഡ് അസുഖങ്ങൾ എല്ലാം മാറും. സോറിയാസിന് വരെ ഇവിടെ സൊല്യൂഷൻ ഉണ്ട്. ഇതെല്ലാം ഇവിടുത്തെ പ്രൊഡക്റ്റാണ്. സ്കിൻ റിലേറ്റഡ് അസുഖങ്ങൾക്കും ഇവിടെ പ്രതിവിധിയുണ്ട്. നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. കാൽസ്യം പൗഡർ ഉണ്ടാക്കണം. പൈൽസിനും ഷുഗറിനും വളരെയധികം രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു 20 മില്ലി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചാലിച്ച് കഴിക്കുക. ഇത് നാടൻ പശുവിൻ്റെ മോരാണ്. ഇതിൽ നമ്മൾ 4 തരം ഉപ്പുകൾ ചേർത്ത് ഉണ്ടാക്കണം. നമ്മുടെ കല്ലുപ്പ്, ഇന്തുപ്പ്. പൈൽസിനും ഷുഗറിനും ഉള്ള സൊല്യൂഷൻ ഇവിടെ ലഭ്യമാണ്. കാൽസ്യം പൗഡർ തികച്ച നാച്ചുറലായ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നു. സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. അത് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റും. തീർച്ചയായിട്ടും ഇത് കരിനൊച്ചി എന്നാണ് പറയാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഇപ്പൊ ഒന്ന് ഉഴിച്ചിൽ കഴിഞ്ഞ ദിവസം. ഈ ഉഴിച്ചിൽ കഴിഞ്ഞാൽ നമുക്ക് നാളെ വയറിളക്കം കൊടുക്കും. വയറ് ശരി വിരേചനം പറയും. നീർക്കെട്ടിനും ഉള്ളിലുള്ള അടഞ്ഞു കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ പോവാനുള്ളതൊക്കെ പോയി കിട്ടും. അത്രയും നല്ലൊരു മരുന്നാണ് ഈ കരിനൊച്ചി എന്ന് പറയും. അത്രേ ഉള്ളൂ.
അപ്പൊ ഇന്ന് എത്ര ദിവസമായി? ഇന്നത്തെ 7 ദിവസമായി. എന്താണ് ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല മാറ്റമുണ്ട്. എന്ത് മാറ്റമുള്ളത്? ഇപ്പൊ ഉഷാറായിട്ടുണ്ടാവും. മേലുവേദന കാര്യങ്ങളെല്ലാം മാറി കുഴപ്പമില്ല. നാട്ടു ചികിത്സ എന്ന് പറയുമ്പോ പിന്നെ ചികിത്സ റിട്ടേൺ വയ്യായ്മകളൊന്നും പിന്നെ വരില്ല. അതിലോട്ട് വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പാർശ്വഫലങ്ങളൊന്നും ഇല്ലല്ലോ. സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമ്മുടെ ആരോഗ്യം തിരികെ കിട്ടാനായിട്ട് ഇങ്ങോട്ടുള്ള ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ നേരെയുള്ള വഴിക്ക് വിട്ടാൽ മതി. താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അപ്പം എല്ലാവർക്കും ടാറ്റ. എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവട്ടെ.